വിമതരാവും ഇത്തവണ ഒറ്റപ്പാലത്തും ഷൊർണൂരും നഗരസഭാ ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുക. ഇരു നഗരസഭകളിലും മാർക്സിസ്റ്റ് തിരുത്തൽവാദികൾ UDF-നൊപ്പം ഭരണം പങ്കിടാനുള്ള സാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങളായി 2/3 ഭൂരിപക്ഷത്തിൽ ഒറ്റയ്ക്ക് ഭരണം കൈയാളിയിരുന്ന CPM-ന് ഒറ്റപ്പാലം നഗരസഭ നഷ്ടപ്പെടുത്തിയാണ് മാർക്സിസ്റ്റ് വിമതർ ശക്തി തെളിയിച്ചത്. നിലവിലെ നഗരസഭാ അധ്യക്ഷൻ KP രാമരാജനടക്കം 6 പേരെ CPM വിമതർ നേരിട്ടുള്ള അംഗത്തിൽ കെട്ടുകെട്ടിച്ചു. കേവല ഭൂരിപക്ഷം ആരും നേടാത്ത ഇവിടെ ആകെയുള്ള 36 സീറ്റുകളിൽ LDF 15ഉം UDF 11ഉം BJP 4 സീറ്റുകൾ നേടി. തൂക്ക് ഭരണസമിതിയാവും അധികാരത്തിലേറുകയെങ്കിലും CPM-ന് പിന്തുണ നൽകില്ലെന്ന് വിമത നേതാവ് വ്യക്തമാക്കി. UDF-മായി ചേരുന്നതിനെ സംബന്ധിച്ചോ BJP-യുമായി ചേരുന്നതിനെ സംബന്ധിച്ചോ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ധാർമ്മികമായ രാഷ്ട്രീയ നിലപാട് അതേ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഞങ്ങളെ സമീപിക്കുന്ന CPM നേതാക്കന്മാരെ ചാണകത്ത് മുക്കിയ ചൂലുകൊണ്ട് അടിക്കും. ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഷൊർണൂരിൽ UDF പിന്തുണയില്ലാതെ മത്സരിച്ചിട്ടും സ്വതന്ത്രർ ഉൾപ്പെടെ 9 സീറ്റുകളിലാണ് ജനകീയ വികസന സമിതി വിജയിച്ചത്. 33 വർഷത്തെ CPM ഭരണത്തിന്റെ വേരറുത്ത MR മുരളിയുടെ നേതൃത്വത്തിലുള്ള വിമതപക്ഷം UDF-നൊപ്പം ഭരണം പങ്കിട്ടേക്കും. നഗരസഭാ ഭരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. അതിനൊക്കെ സമയമുണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സുസ്ഥിരമായ ഒരു ഭരണം ഷൊർണൂരിൽ സ്ഥാപിക്കാൻ ജനകീയ വികസന സമിതി ഞങ്ങളുടേതായ പങ്കുവഹിക്കും. ചുവപ്പ് കോട്ടകൾ തകർത്ത് മാർക്സിസ്റ്റ് വിരുദ്ധർ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റിൽ നിന്ന് ഉടനെയൊന്നും പാർട്ടിക്ക് മോചനമുണ്ടാവില്ലെന്നാണ് സൂചന. കുത്തകയാക്കി വെച്ചിരുന്ന നഗരസഭാ ഭരണമാണ് ഒറ്റപ്പാലത്തും ഷൊർണൂരിലും LDF-ന് കൈവിട്ടുപോയത്. രണ്ടിടത്തും വിമതന്മാരുടെ വെല്ലുവിളിയെ അതിജീവിക്കാൻ കഴിയാതിരുന്ന CPM-ന്റെ ഇനിയുള്ള നിലപാടെന്താവുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഷൊർണൂരിൽ നിന്നും G. സിനുജി, മനോരമ ന്യൂസ്.